ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, അതായത് സർവകലാശാലയ്ക്ക് പുറത്തും തെരുവീഥികളിലും രാജ്ഭവനിലും ഒക്കെ യുവതയും വിദ്യാർത്ഥികളും സംഘടിച്ച് വലിയ പോരാട്ടം സംഘപരിവാർ വൽക്കരണത്തിനെതിരെ നടക്കുന്നു. ചട്ടവിരുദ്ധതയ്ക്കെതിരെ ഉള്ളിലും വലിയ പോരാട്ടം നടക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിൻഡിക്കേറ്റ് കൂടി തീരുമാനിച്ചതിനെ അട്ടിമറിക്കുന്ന ഒരു സ്വഭാവം ഇന്നും ഉണ്ടായി. ഇന്ന് KS അനിൽകുമാർ അവിടെ എത്തുന്നു. അദ്ദേഹത്തെ തടയാനുള്ള സിസയുടെ ഉത്തരവ് ആരും പാലിച്ചില്ല, ഉദ്യോഗസ്ഥരാരും. അദ്ദേഹം എത്തി, അത് ശരിയാണ്. പക്ഷേ സിസ മറ്റൊരു രജിസ്ട്രാറെ കൂടി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയല്ലോ. ഇത് പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? 2 രജിസ്ട്രാറോ കേരള യൂണിവേഴ്സിറ്റിക്ക്? നിയമവിരുദ്ധമായ ഉത്തരവുകൾ നടപ്പാക്കപ്പെടില്ല. കാരണം ഇത് ഒരു വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന നീതിയും ന്യായവും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരു സസ്പെൻഷൻ നടപടി ഇല്ലീഗലായി നടന്നു. ആ സസ്പെൻഷനെ തന്നെ റദ്ദാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ പരമോന്നത സഭകളിലൊന്നായ സിൻഡിക്കേറ്റ് കർശനമായ നിലപാട് സ്വീകരിക്കുകയും ആ രജിസ്ട്രാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് നിലനിൽക്കുന്ന ഉത്തരവ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പുറപ്പെടുവിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് ഇവിടെ റദ്ദാക്കപ്പെട്ടിട്ടില്ല. ഹൈക്കോടതിയോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ ആ സിൻഡിക്കേറ്റിന്റെ ഉത്തരവിനെ മരവിപ്പിച്ചിട്ടില്ല. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമിതനായ ആളുടെ നിയമനം ഇവിടെ അംഗീകരിക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ അത് മാത്രമല്ല, സിസയുടെ വ്യക്തിപരമായ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന്, അതായത് ജോർജ് പൂന്തോട്ടമാണെന്ന് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇതേ സമയത്ത് പ്രതികരിക്കാനായി നോക്കിയപ്പോൾ കോടതി അത് കേട്ടില്ല. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല, ഇത് അപ്പർ അതോറിറ്റിയെ, മീൻസ് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കുമെന്നാണ് കോടതി തന്നെ പറഞ്ഞത്. അപ്പോൾ സിസയുടെ ഇപ്പോഴത്തെ രജിസ്ട്രാറെ നിയമിച്ച തീരുമാനം കോടതി അലക്ഷ്യം കൂടിയാണ് അല്ലേ ഷിജു ഖാൻ? ഗുരുതരമായ നിയമവിരുദ്ധതകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിന്റെ ടെക്നിക്കൽ പ്രശ്നവും ഇതിന്റെ ലീഗൽ പ്രശ്നവും ഒക്കെ നമ്മൾ 2 ദിവസം ചർച്ച ചെയ്തു. ഇതൊരു വളരെ വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ് സംഘപരിവാർ ഇവിടെ നടത്താൻ നോക്കുന്നത്. ഈ രാഷ്ട്രീയ പരീക്ഷണം വൈസ് ചാൻസലർമാരെ എല്ലാ ആയുധങ്ങളും കൊടുത്ത്, സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആയുധങ്ങളും കൊടുത്ത് വിലക്കെടുത്ത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സംഘപരിവാറിന്റെ കൈക്കോടാലികളായി മാറുന്ന ഈ വൈസ് ചാൻസലർമാർ, ഇവർ വൈസ് ചാൻസലർ അല്ല, ഇത് ഇൻചാർജ് VC ആണ്. ഇൻചാർജ് VC-ക്കോ പോലും ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ പരീക്ഷണം കേരള യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായി നിയമപരമായി രാഷ്ട്രീയമായും ഞങ്ങൾ അതിനെ ചെറുക്കേണ്ടി വരും. പിന്നെ ചില ഉത്തരവുകൾ ഇവിടെ ഇറക്കിയെന്നും മറ്റു ചില ഉദ്യോഗസ്ഥർ അത്തരം ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില ഊഹാപോഹങ്ങൾ വരുന്നു. അവരൊക്കെ നിയമം വായിച്ചു നോക്കിയാൽ മതി. അവരൊക്കെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടും ആക്ടും പരിശോധിച്ചാൽ മതി. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറും സ്റ്റാഫ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൺവീനറുമാണ്. ഉറപ്പായിട്ടും സർവകലാശാല ജീവനക്കാരും ഓഫീസർമാരും ഹൈക്കോടതി വിധിയോ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനമോ ലംഘിക്കാൻ പാടില്ല. നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ അവരും പങ്കാളിയായെന്ന് കരുതേണ്ടി വരും. ഒരാൾക്കും സിൻഡിക്കേറ്റിനെ ഓവർറൂൾ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത്തരം ഈ സിൻഡിക്കേറ്റിന്റെ ശരിയായ തീരുമാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ രാഷ്ട്രീയം പേറുന്ന വൈസ് ചാൻസലറും അവരുടെ വക്കീലും ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങൾ എന്താണ്? സിസ തോമസ് നടത്തിയ പ്രചരണം എന്താണ്? ആ പ്രചരണമൊന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടില്ല. ആ ഗൂഢാലോചനയൊന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇവിടെ ലീഗലായി ഒറ്റ രജിസ്ട്രാറേ ഉള്ളൂ. ആ ലീഗലായ രജിസ്ട്രാർ എന്ന് പറയുന്നത് പ്രൊഫസർ അനിൽകുമാറാണ്. ആ അനിൽകുമാർ രജിസ്ട്രാറായി എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും അവിടെ ഉണ്ട്. ഹൈക്കോടതിക്കും മുകളിൽ, നിയമസഭയ്ക്കും മുകളിൽ ഈ വൈസ് ചാൻസലറായി ആക്ട് ചെയ്യുന്ന മോഹനനും മേലും നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല. പ്രാഥമികമായ നിയമ ധാരണ പോലുമില്ല. പ്രാഥമികമായ സ്റ്റാറ്റ്യൂട്ട് പഠിക്കണം. സ്റ്റാറ്റ്യൂട്ട് പഠിക്കുന്നതിന് പകരം വിചാരധാരയാണ് തന്റെ സ്റ്റാറ്റ്യൂട്ട് എന്ന് മോഹനൻ കുന്നുമേൽ പറഞ്ഞാൽ അത് മടക്കി പോസ്റ്റ് വെച്ചാൽ മതി എന്ന് മറുപടി. നിയമപരമായി വൈസ് ചാൻസലർ പ്രവർത്തിക്കണം. നിയമവിരുദ്ധമായി വിചാരധാരയും സംഘപരിവാറിന്റെ രാഷ്ട്രീയവും അരച്ച് കലക്കി കുടിച്ച് നിയമങ്ങളെ വെല്ലുവിളിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റി നിയമം പരിശോധിക്കണം. നിങ്ങളൊക്കെ എത്ര വർഷമായി ജേർണലിസ്റ്റുകളായി വർക്ക് ചെയ്യുന്നവരാണ്?
നിയമം ലംഘിക്കാൻ ആർക്കും അധികാരം നിയമം ലംഘിക്കാൻ അധികാരമില്ല.